ഈ രാജേന്ദ്ര മന്ദലം നമ്മൾ ഈ നവീൻ ബാബുവിന്റെ മരണം ഒരുപാട് ചർച്ച ചെയ്തു. എന്നാൽ ഇപ്പൊ 2 ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞു വെച്ചാൽ നവീൻ ആ ബാബു ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല, കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ഓക്കെ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ഈ അവസരത്തിൽ. അതെ, അതിന്റെ ഒരു സാധ്യത കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലെ വെളിപ്പെടുത്തൽ മാധ്യമങ്ങളോ പോലീസോ അല്ലെങ്കിൽ അതിന്റെ ഇൻക്വസ്റ്റോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഒന്നും വെളിപ്പെടുത്താത്ത ഒരു കാര്യമുണ്ട്. അതായത് 55 കിലോ ഭാരമുള്ള ഒരു മനുഷ്യനാണ്. അത് എബവ് ആവറേജ് ഭാരമൊന്നുമല്ല. പക്ഷേ അത്രയും ഭാരം പോലും താങ്ങി നിർത്താൻ കഴിയാത്ത ഒരു കയറിൽ കെട്ടി തൂങ്ങിയതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ കയറിന്റെ കാര്യം ഇതുവരെ ആരും പുറത്തു കൊണ്ടുവന്നില്ല. പുറത്തു കൊണ്ടുവരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുഷ തന്നെയാണ്. ഒരു വാഴക്കുലയോ അല്ലെങ്കിൽ ഒരു തേങ്ങാക്കുല പോലും കെട്ടിയിടാൻ കഴിയാത്തത്ര ദുർബലമായ കനം കുറഞ്ഞതുമായിട്ടുള്ള ഒരു കയറിലാണ് അദ്ദേഹത്തെ കെട്ടിത്തൂക്കി ഇട്ടതായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആ കയറിന്റെ ഒരു ടെൻഷൻ കാരണം അത് പൊട്ടി മുറിയുകയും ബ്രേക്ക് ആവുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ. അതിന്റെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ദിവ്യാത്ഭുതം വല്ലതും സംഭവിക്കണം, അങ്ങനെ ഒരു മിറാക്കിൾ ഉണ്ടാവണം. ആ മിറാക്കിൾ ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. സാധാരണഗതിയിൽ കയർ പൊട്ടി താഴെ വീഴുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടായതായിട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ യാതൊരു സൂചനയും ഇല്ലാത്തിടത്തോളം കാലം ഇതിന്റെ പിന്നിൽ പ്രബലമായിട്ടുള്ള ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. ആരും അറിയാത്ത വിധത്തിലുള്ള ഒരു കൊലപാതകം ഇതിന്റെ പിന്നിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു സംശയം എങ്കിലും ജനിപ്പിക്കും. ആ വഴിക്ക് ഉള്ള ഒരു അന്വേഷണവും പോലീസ് നടത്തിയിട്ടില്ല. അതിന്റെ റിപ്പോർട്ടിലും പറഞ്ഞിട്ട് 2 റിപ്പോർട്ടിലും ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് വളരെ ദുരൂഹമാണ്, സംശയം ഉളവാക്കുന്നതുമാണ്, അന്വേഷണം വേണ്ടതുമാണ്. അതിന്റെ സത്യം അറിയാനുള്ള അവകാശം അദ്ദേഹത്തിന്റെ വിധവയായിട്ടുള്ള മഞ്ജുഷയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട് തന്നെ. പിന്നെ ഇതിൽ രക്തം പൊടിച്ചു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറയുന്നത് പോലെയാണ് കാര്യം നടക്കുന്നത്. ഈ 55 കിലോ ഭാരമുള്ള നവീൻ ബാബു എങ്ങനെയാണ് ഈ ഒരു 1/2 സെന്റിമീറ്റർ കയറിൽ തൂങ്ങി നിൽക്കുന്നത്? എല്ലാവർക്കും സംശയം. അതെ അതെ, 1/2 സെന്റിമീറ്റർ കയറിൽ 55 കിലോ താങ്ങി നിർത്താൻ കഴിയുമെന്ന് ഇതുവരെ ഒരു ഊർജ്ജതന്ത്ര ശാസ്ത്രജ്ഞനും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതിനുള്ള സാധ്യതയും കാണുന്നില്ല. അതൊരു ദിവ്യാത്ഭുതമായിരിക്കും. അതായത് നമ്മൾ ഈ തലമുടി കൊണ്ട് കയറൊക്കെ വലിച്ചിഴക്കുക എന്നൊക്കെ പറയുന്ന മാജിക് ഉണ്ടല്ലോ, അതുപോലെ ഒരു മാജിക് ആയിരിക്കണം. അങ്ങനത്തെ മാജിക് നടത്താൻ കഴിവുള്ളവരാണോ ഇത് ചെയ്തത് എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ടാകുന്നതാണ്. ഇതിന്റെ പേരിൽ എന്തൊക്കെയോ വലിയ മറച്ചു വയ്ക്കാനുണ്ട് ഗവൺമെന്റിന്, പോലീസിന്, അതുപോലെ തന്നെ PPDക്ക് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. കൂടുതൽ ഇത് ഒരു കൊലപാതകമാണെന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ആത്മഹത്യ എന്നുള്ള വാദം ദുർബലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രക്തം പൊടിച്ചതിനെ പറ്റിയാണ് മറ്റൊരു വാദം. ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ രക്തം പൊടിക്കാറുണ്ട് എന്നാണ് ഇപ്പോൾ അവരുടെ വാദം. എന്തുകൊണ്ട് ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ കൈയും കാലും ഇട്ട് അടിക്കാറുണ്ട്, വിസർജനം ഒക്കെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്, മലമൂത്ര വിസർജനം ഉണ്ടാവുന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ രക്തം അത് ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളത്, പൊടിക്കും എന്നുള്ളത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് കേട്ട് കഴിയില്ല, നമ്മളത് പഠിച്ചിട്ടില്ല, നമ്മളതിന് ശാസ്ത്രജ്ഞരോ ഡോക്ടർമാരോ അല്ല. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ ദുർബലമാണ്. ആ ഭാഗത്ത് ഏൽപ്പിക്കുന്ന സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിക്കേൽപ്പിക്കാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു, അതായത് കത്തി അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇത് അവരുടെ വാദങ്ങളിലെല്ലാം തന്നെ, പ്രോസിക്യൂഷന്റെ വാദങ്ങളിലെല്ലാം തന്നെ വളരെയധികം ദൗർബല്യമുണ്ട്. അത് നിലനിൽക്കുന്നതല്ലാതായി ഇക്കാര്യത്തില് അന്തിമമായിട്ട് ഒരു നിഷ്പക്ഷ ഏജൻസിയെ കൊണ്ടുള്ള അന്വേഷണം മാത്രമേ ജനങ്ങൾക്ക് ബോധ്യമാവൂ, മനുഷ്യർക്കും ബോധ്യമാവൂ. ഇതിന്റെ പ്രതികൾ, അതിന്റെ ഗൂഢാലോചന നടത്തിയവർ എല്ലാം വരേണ്ടതുണ്ട്. ഇത് അസാധാരണവും അസ്വാഭാവികവുമായിട്ടുള്ള ഒരു മരണമാണ്. ആ തരത്തിൽ തന്നെ കാണേണ്ടതായിട്ട് വരും. ആ തരത്തിൽ അന്വേഷണം നീങ്ങേണ്ടതുണ്ട് തീർച്ചയായിട്ടും. താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇതൊരു കൊലപാതകം തന്നെയാണ് താങ്കൾ പറയുന്നത്? സാഹചര്യമാണ്, അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ സംശയിക്കണം.